ഗുഡ് മോർണിംഗ് ഒരു പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാനവരാശിയെ യേശുവിനെ പോലാക്കി തീർക്കുക എന്നുള്ളതാണ് പിതാവിൻ്റെ ആഗ്രഹം. നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അവനാലാണ്, അല്ല അവൻ വഴിയാണ്, അല്ലെ അവന് വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ജീവിതത്തിലേക്ക്, അല്ലെ മനുഷ്യരുടെ ഇടയിലേക്ക് പാപം വന്നു കഴിഞ്ഞപ്പോൾ പാപത്തിന് ഫലമായി മരണവും വന്നു. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ ലൈഫാണ്, അല്ലെ ഫ്രീ ഗിഫ്റ്റ് റൈച്ചസ്നെസ്സും പിന്നെ ആ റൈച്ചസ്നെസ് വഴി ഇറ്റേണൽ ലൈഫ് നമുക്ക് കിട്ടിയിരിക്കുന്നു, അല്ല നിത്യജീവനും കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആ ജീവിതത്തിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ, അല്ലെ നമ്മുടെ സാൽവേഷൻ എന്ന് പറഞ്ഞ ഒരു ദിവസം നടക്കുന്ന ഒരു കാര്യമില്ല, അല്ലെ അതൊരു ഇവന്റ് അല്ല, അതൊരു പ്രോസസ്സാണ്. ഓരോ ദിവസം നമ്മൾ യേശുവിൻ്റെ ഒപ്പം നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടി പിതാവ് പല കാര്യങ്ങളും ഉപയോഗിക്കും, അല്ലെ പല രീതിയിലും അത് ചെയ്യും. മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് മനുഷ്യന്റെ ഹൃദയം കാണുന്നതാണ് ദൈവം, അല്ലെ ഓരോ വ്യക്തികൾക്ക് ഓരോ കാര്യങ്ങളാണ്, അല്ലെ അപ്പോൾ അങ്ങനെയാകുമ്പം ചില ആൾക്കാരെ ഈസി ആയിട്ട് ദൈവത്തിന് ബെൻഡ് ചെയ്യാൻ സാധിക്കും, അല്ലെ ചില ആൾക്കാരെ വളരെ ഈസി ആയിട്ട് മോൾഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ പലരെയും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടപ്പാടുകൾ, ഹാർഡ്ഷിപ്പുകൾ, അല്ലെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നുകൂടിയെന്നിരിക്കാം. പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ നമ്മളെ സ്നേഹിക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്നവൻ, ഒരിക്കലും നാശത്തിലേക്ക് നമ്മളെ വിടാൻ താല്പര്യപ്പെടാത്തവന്റെ സ്നേഹം മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെ അത് നമ്മളെ ശരിക്കും ദൈവത്തോട് അടുപ്പിക്കുക തന്നെ ചെയ്യും, അല്ലെ അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനാണ് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾ പാപികളായിരുന്നു കർത്താവേ. കറക്റ്റ് ടൈമിൽ കർത്താവിലോട്ട് അങ്ങ് വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തും കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ ഗാഡ്. ഒരാളുടെ പാപം കൊണ്ട്, ആടത്തിന്റെ പാപം കൊണ്ട് കർത്താവിലോട്ട് ഫാദർ ഗാഡ് മരണം ഞങ്ങളിലേക്ക് വന്ന് കർത്താവിലോട്ട് ഫാദർ ഗാഡ്. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ ഫാദർ ഗാഡ്. പക്ഷെ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഫ്രീ ഗിഫ്റ്റ് ഓഫ് സാൽവേഷൻ, ഫ്രീ ഗിഫ്റ്റ് റൈച്ചസ്നെസ് കൊണ്ട് കർത്താവേ ഇന്ന് ഞങ്ങൾ ജീവിതത്തിൽ കർത്താവ് റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് യു ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. ഞങ്ങളുടെ ഫ്യൂച്ചർ വളരെ സേഫ് ആണ് കർത്താവ്. കാരണം ഞങ്ങൾ അങ്ങയിലാണ് കർത്താവ് ലോർഡ് ഫാദർ. ഒരു കാലത്ത് ഞങ്ങൾ മരണത്തിന്റെ റിലംസിലായിരുന്നു ഞങ്ങൾ കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ ഗാഡ്, ഇന്ന് ഞങ്ങൾ അങ്ങയിലാണ് കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. ഐ പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതിനായിട്ട് തന്ന എല്ലാത്തിനായിട്ട് നന്ദി പറഞ്ഞു. പ്രേസ് ആൻഡ് വർഷിപ്പ് യു. ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കട്ടെ ലോർഡ് ഫാദർ ഗാഡ്. ഹോളി സ്പിരിറ്റ് ഗോഡ്, ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണേ പിതാവേ. യേശുവിനായിട്ടും അങ്ങയുടെ ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറഞ്ഞു. യേശു നാമത്തിൽ. റോമകൃതി ലേഖനത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചാപ്റ്ററിന് 1 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കുക. റോമറിന്റെ 5ന്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കുക. ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. നാം നിലനിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെ അല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഒഴിവാക്കുന്നു എന്നു അറിഞ്ഞു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നു അല്ല. അപ്പൊ ഇങ്ങനെ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ പറ്റിയുള്ള പ്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളത് ഒന്ന് ഇരുത്തി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ, അല്ലെ ആ മനുഷ്യനെ പറ്റി ദൈവത്തിനുള്ള പ്ലാനാണ്, പദ്ധതിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ ഓരോ വ്യക്തിയും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ തീരുമാനം ഓരോ വ്യക്തികളെ പറ്റിയുള്ളത്, അല്ലെ ദൈവത്തിന്റെ ആഗ്രഹം എല്ലാവരും യേശുവിന്റെ ഒപ്പം ഉണ്ടായിരിക്കുക, എല്ലാവരും യേശുവിലായിരിക്കും, മനുഷ്യവർഗം മൊത്തം യേശുവിനൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്, അല്ലെ ഒരു വ്യക്തിനെ പോലും പാതാളത്തിലേക്ക് പോകുന്നതിന് വേണ്ടി, നരകത്തിലേക്ക് പോകുന്നതിന് ദൈവം സൃഷ്ടിക്കുന്നില്ല. ഓരോ വ്യക്തിയെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവരെല്ലാവരും യേശുവിലായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. എല്ലാവരും ദൈവം നമ്മളെ സൃഷ്ടിച്ച സമയത്ത്, അല്ലെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന യേശു വഴിയാണ്, അല്ലെ ഇങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. റെവലേഷൻസിൽ, അല്ലെ വെളിപാടിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 13ാമത്തെ ചാപ്റ്ററിൽ 8ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത് അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്, ലോകാരംഭം മുതൽ ഇങ്ങോട്ട് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ചില ട്രാൻസ്ലേഷൻ പറയുന്നത് ലോകാരംഭത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവൻ വഴിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
ത്രൂ ഹിം, ബൈ ഹിം, ഫോർ ഹിം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവന് വേണ്ടി, അവൻ വഴി, അവനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിലൂടെയാണ്, അല്ലെ? അപ്പൊ യേശു എന്നാണ് മെറ്റീരിയലാണ് ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നതിന് ഉപയോഗിച്ചത്. ദൈവത്തിന്റെ വചനം കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പീറ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലേ, ഒന്നാമത്തെ പത്രോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് ഇംപെരിഷബിൾ ആയിട്ടുള്ള സീഡ്, അല്ലെ? എന്ന് വെച്ചാൽ വേർഡ് ഓഫ് ഗോഡ് കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ വേർഡ് ഓഫ് ഗോഡ്, റിയൽ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞത് ആരാ? യേശു ക്രിസ്തുവാണ്. സകല വ്യക്തികളും എന്താ പറയുക, രക്ഷിക്കപ്പെടണം, യേശുവിലായിരിക്കണം എന്ന് ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, അല്ലെ? അപ്പൊ ആര് യേശുവിൽ വിശ്വസിക്കുന്നു ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു, അല്ലെ? അപ്പൊ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, നീതീകരിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുക. നമ്മളുടെ പാപത്തെ ദൈവം പുറത്തു വന്നു, അല്ലെ? നമ്മളുടെ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അത് ഒരു പ്രോസസ്സാണ്, അല്ലെ? ഒരു ഇവന്റ് അല്ല, ഒരു പ്രോസസ്സാണ് എന്നാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട്, ഒരു നിമിഷം നമ്മൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ആ ഒരു നിമിഷം സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷെ അത് യേശുവിനൊപ്പം നമ്മൾ നടക്കുമ്പോൾ, അല്ലെ? നടന്നു ഓരോ ദിവസം ചെല്ലും തോറും, അല്ലെ? ഒരു ഡിഗ്രി ഗ്ലോറിയിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് പോകുമ്പോൾ, രണ്ടാമത്തെ കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിന്റെ 18-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്തുവാ, നമ്മള് അവന്റെ ആ ഗ്ലോറി, അല്ലെ, അവന്റെ ഫേസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഒരു ഡിഗ്രി ഗ്ലോറിയിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് നമ്മൾ പോകുന്നത്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ദിവസം ചെല്ലുന്തോറും യേശുവിലായിരിക്കുന്ന വ്യക്തികൾ, യേശുവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്ന വ്യക്തികൾ, ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾ എന്താ പറയുക, ഓരോ ദിവസം ചെയ്യുന്നതോറും അവനെ പോലെ ആയി തീരുകയോ ചെയ്യുന്നത്, അല്ലെ? ഓരോ ദിവസങ്ങളും യേശുവിൽ നിന്ന് മാറിപ്പോകാത്ത വ്യക്തികളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുക, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, അല്ലെ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ദൈവത്തോട് സമാധാനം ഇല്ലായിരുന്ന വ്യക്തികളായിരുന്നു നമ്മൾ പാപം കാരണം വീണു പോയ വ്യക്തികളായിരുന്നു, അല്ലെ? പാപം കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തികളായിരുന്നു. സമാധാനം ദൈവമായിട്ട് ഉണ്ടായിരുന്നില്ല, അല്ലെ? ഒരു ബന്ധം ദൈവവുമായിട്ട് ഉണ്ടായിരുന്നില്ല. അത് ദൈവവുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്ന് നമ്മൾ വീണു പോയ വ്യക്തികളാണ്. പക്ഷെ യേശുക്രിസ്തു മൂലം നമ്മൾ നീതീകരിക്കപ്പെട്ടു, അല്ലെ? യേശുവിനെ വിശ്വസിച്ച ആ സമയത്ത് നമുക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് നമ്മുടെ സകല പാപങ്ങളെയും പുറത്തു തന്നു, അല്ലെ? അതൊരു ഫ്രീ ഗിഫ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. റൈച്ചസ്നെസ് എന്ന് പറയും, അല്ലെ? ഫ്രീ ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്. ഇപ്പൊ ഈ അതേ റോമക്കരുടെ ലേഖനത്തിൽ അതേ ഇത് തന്നെ ഈ ചാപ്റ്റർ മൊത്തം വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഫ്രീ ഗിഫ്റ്റ് റൈച്ചസ്നെസിനെ പറ്റിയാണ്. നീതി എന്നുള്ളത് ഫ്രീ ഗിഫ്റ്റ് ആണ്, ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച സമയത്ത്, അല്ലെ? പിന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തു നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. യേശു തന്നെയാണ് ദൈവത്തിന്റെ സമാധാനം. ആ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. അപ്പൊ ദൈവവും നമ്മളുമായിട്ട്, ദൈവത്തോട് നമുക്കുണ്ടായിരുന്ന ശത്രുത, അല്ലെ? ദൈവത്തിൽ നിന്ന് നമ്മൾ അകലത്തിരുന്നു. അത് ആ ഒരു ശത്രുത മാറ്റിക്കൊണ്ട് ദൈവവുമായിട്ട് റെക്കൺസിലിയേഷൻ നമ്മളാക്കിയിരിക്കുന്ന സമാധാനം ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലെ? അപ്പൊ ആണ് ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള ആഗ്രഹം, അല്ലെ? നീതീകരിക്കപ്പെട്ടവരായിരിക്കണം, യേശുക്രിസ്തു വഴി പിതാവുമായിട്ട് സമാധാനത്തിലായിരിക്കും, അല്ലെ? ഈ രണ്ടാമത്തെ വാക്ക് പറയും, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്തിൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പൊ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, അതായത് പാപങ്ങളെ ദൈവം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, അല്ലെ? നീതിമാനാണ് നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നു. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച നിമിഷം തൊട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു, അല്ലെ? അപ്പൊ ഇത്രയുമാണ് നടന്നിരിക്കുന്ന. നീതീകരണം നടന്നു, പാവങ്ങളെ പുറത്തു ദൈവം. പിന്നെ അതോടൊപ്പം യേശു മുഖാന്തരമാണ് നീതീകരണം നടന്നത്, അല്ലെ? യേശു വഴിയാണ് നീതീകരണം നടന്നത്. അവനിലാണ് നീതീകരണം നടക്കുന്നത്. അതിനുശേഷം നമുക്ക് ദൈവമായിട്ട് സമാധാനം ഉണ്ടാവുന്ന ഇന്ന് നാം നിൽക്കുന്ന കൃപയിലേക്ക്, ഗ്രേസിലേക്ക് ദൈവം നമ്മൾക്ക് ഫ്രീ ആയിട്ട് എൻട്രിയും തന്നിരിക്കുന്നു, അല്ലെ? ഇനി പറഞ്ഞിരിക്കും, അത് തന്നെ അല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞു കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നു. അപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തെ നീതീകരിക്കപ്പെടുന്നു, പിന്നെ ദൈവമായിട്ട് സമാധാനത്തിലാവുന്നു, പിന്നെ ദൈവത്തിന്റെ നമ്മളിൽ നിന്ന് നിലനിൽക്കുന്ന ദൈവത്തിന്റെ കൃപയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി, അതിനെ ആ കൃപയെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള വാതിലായിട്ട് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു, അല്ലെ? അപ്പൊ അവിടെ
തീരുന്നില്ല. അവിടം കൊണ്ട് തീരാത്തൊരു കാര്യമാണ്. ഉം ഈ രണ്ടാമത്തെ വാക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ സാൽവേഷനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ ഉടനെ പോൾ എഴുതാണ്. പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് എഴുതാണ്. പിന്നെ അങ്ങോട്ട് പറയുന്നത് കഷ്ടതയെ പറ്റിയാണ് പോൾ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് കഷ്ടത സഹിഷ്ണുതയെ സഹിഷ്ണുത എന്ന് പറയുമ്പോൾ ലോങ് സഫറിങ് അല്ലെ പെർസീവറൻസ്. ഇനിയും സിദ്ധത വന്ന ക്യാരക്ടർ സ്വഭാവം. സഹിഷ്ണുത സ്വഭാവത്തെയും ഉണ്ടാക്കുന്ന സിദ്ധത അല്ലെങ്കിൽ സ്വഭാവം അല്ലെ പ്രത്യാശയെയും ഉളവാക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടതകൾ ദൈവം കൊണ്ടുവരും അല്ലെ. ദൈവമായിട്ട് കഷ്ടതകൾ കൊണ്ടുപോകും. നമ്മൾ പാപം ചെയ്യുന്നതുകൊണ്ട് കഷ്ടത ഉണ്ടാകും. പിശാചി കഷ്ടതകൾ എന്താ പറയാ കൊണ്ടുവരും. പക്ഷെ ഇവിടെ ദൈവം കൊണ്ടുവരുന്ന കഷ്ടതകളെ പറ്റി ട്രയലിനെ പറ്റിയാണ് പറയുന്നത്. എന്താന്ന് വെച്ചാല് അങ്ങനെയുള്ള കഷ്ടത സഹിഷ്ണുത ലോങ് സഫറിങ് അല്ലെ അത് പെർസീവറൻസ് ഉണ്ടാവും അല്ലെ. ദൈവത്തിൽ നമ്മൾ കഷ്ടപ്പാടിൽ കൂടി പോകുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല കഷ്ടത എന്ന് പറയുന്നത് അല്ലെ. വളരെയധികം വേദനാജനകമായിട്ടുള്ള കാര്യമാണ് കഷ്ടത. നമ്മൾ എല്ലാവരും തന്നെ ആൾക്കാരും പല തരത്തിലുള്ള കഷ്ടതയിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർ. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെ. ചില ആൾക്കാര് ഡിവോഴ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാര്, ചിലര് തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി എന്നുള്ള കഷ്ടത കൂടെ, ഹസ്ബൻഡ് മരിച്ചുപോയ, വൈഫ് മരിച്ചുപോയ, മാതാപിതാക്കൾ മരിച്ചുപോകുന്ന കുഞ്ഞുങ്ങള് അല്ലെ. അങ്ങനെ ഓരോ ഫൈനാൻഷ്യൽ ജോലി നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർ, കടം ഉള്ള ആൾക്കാർ, ഇങ്ങനെ പല തരത്തിലുള്ള കഷ്ടത അല്ലെ. പല തരത്തിലുള്ള കഷ്ടത നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ. അതില് ദൈവം കൊണ്ടുവരുന്ന കഷ്ടതയെ പറ്റിയാ പറയുന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ജോബിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ദൈവം കഷ്ടത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുത്തു. എന്തിനാ? ജോബിനെ തിളങ്ങുന്ന മുത്താക്കി മാറ്റുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്ന കഷ്ടതയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് സഹിഷ്ണുത ഉണ്ടാക്കും. എന്ന് വെച്ച് കഴിയുമ്പോൾ സഹിഷ്ണുത ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയാ, കഷ്ടത രണ്ട് രീതിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. ചില ആൾക്കാര് എന്താ പറയാ, ആ കഷ്ടത്തിലും ദൈവത്തെ പിടിച്ച് മുറുകെ കിടക്കുന്ന വ്യക്തികളായിരിക്കും. ചില ആൾക്കാർ കഷ്ടത കൊണ്ട് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന വ്യക്തികളായിരിക്കും. ഇവിടെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്ന, ആ ദൈവത്തെ വിട്ടുപോകാതിരിക്കുന്ന, അതിനെപ്പറ്റി വന്ന പേരുടെ സഹിഷ്ണുത, സഹിച്ചു നിൽക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെ. ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് എന്ത് വന്നാലും എന്റെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പോടുകൂടി, വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകുള്ള ആ ഒരു കഴിവ് അല്ലെ. അപ്പൊ നമുക്കറിയാം കഷ്ടത എന്ന് പറയുമ്പോ എന്താ പറഞ്ഞ, ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്ന. ഒന്ന് വിചാരിച്ചു നോക്കോ, കഷ്ടത കൊണ്ട് ദൈവം ഇവിടെ പിന്നെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, കഷ്ടത സഹിഷ്ണുതയിലേക്കും കൊണ്ടുവരുന്ന ആ ലോങ് സഫറിംഗില് പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, അത് ആ കഴിവ് സഹിഷ്ണുത ആ സഹിഷ്ണുത ആ പിടിച്ചു നിൽക്കുന്നത്, അത് സിദ്ധത എന്ന സ്വഭാവം അല്ലെ. സ്വഭാവം ഒരു ക്യാരക്ടറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ ക്യാരക്ടർ പ്രത്യാശയിലേക്ക് പ്രത്യാശ ഉളവാക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആ ഒരു കഷ്ടതയുടെ പാടിന്റെ പ്രയാസത്തിന്റെ ആ വഴി കൂടെ നമ്മൾ നടക്കുമ്പോൾ അത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. കഷ്ടതയിൽ കൂടെ, കഷ്ടപ്പാടിൽ കൂടെ, സങ്കടത്തിൽ കൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് ആ സംഭവിക്കുന്ന ആ സമയങ്ങളിൽ അല്ലെ, ആ ഒരാളുടെ മരണത്തെ പറ്റി ഒന്ന് വിചാരിക്കും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അല്ലെ, ഹസ്ബൻഡും വൈഫും എല്ലാം മരിച്ചു പോയിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെ കുഞ്ഞുങ്ങളും മരിച്ചു പോയിരിക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. പെട്ടെന്ന് ഉണ്ടാകുന്ന അല്ലെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, ഒരു ഡിവോഴ്സ് ഉണ്ടായി, ആ സമയത്ത് നമുക്കറിയാം അത് ആ ഒരു സമയത്ത് ഇത് തരണം ചെയ്യുക പറഞ്ഞു ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമില്ല. വളരെയധികം ഒരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അതിൽ കൂടെ കടന്നു പോകുമ്പോൾ, ആ സമയത്ത് ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ അല്ലെ, ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു വർക്ക് ചെയ്തിട്ട് അത് നമ്മുടെ ക്യാരക്ടറാക്കി മാറ്റും അല്ലെ. അത് നമ്മളുടെ സ്വഭാവമാക്കി മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ശക്തി അല്ലെ, ദൈവത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് പലതിനെയും ദൈവം ആ ഒരു പ്രോസസ്സ് വഴി നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട കാര്യങ്ങളെ പലതിനെയും ദൈവം മാറ്റിക്കളയും അല്ലെ. ശക്തിപ്പെടുത്തേണ്ട പലതിനെയും നമ്മുടെ ജീവിതത്തിലുള്ള പലതിനെയും ദൈവം ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ദൈവത്തിന്റെ ഒപ്പം ആ സഹനത്തില് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ സഹനത്തിൽ അല്ലെങ്കിൽ ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ഒറ്റയ്ക്കല്ല അല്ലെ. നമുക്കറിയാം 91ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ട്രബിളിന്റെ സമയത്ത് ദൈവം കൂടെയുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവന്റെ സങ്കടത്തിന്റെ സമയത്ത് ദൈവം കൂടെയുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഒറ്റയ്ക്കാക്കി വിടുന്ന ഒരു ദൈവമല്ല അല്ലെ. മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ
ഉള്ള ദൈവമാണ് അല്ലെ. ഇങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്, ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ദ ഡെത്ത് അല്ലെ, ദൈവം ഉണ്ട്. യു വിൽ ബി വിത്ത് മീ, യുവർ സ്റ്റാഫ് ആൻഡ് യുവർ റോഡ് വിൽ കംഫോർട്ട് മീ എന്ന് പറഞ്ഞിരിക്കുന്നത് 23-ാമത്തെ സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താ പറയുക, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവനുണ്ട്, ദൈവം, നമ്മുടെ ദൈവം കൂടെ ഉണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മളെ ഒറ്റയ്ക്ക് വിടുന്നില്ല ദൈവം ഒരു കാലത്തും അല്ലെ. പക്ഷെ ആ ഒരു നമ്മളൊരു സഹനത്തിൽ കൂടെ കടന്നു പോകുമ്പോ അല്ലെ, പലതിനെയും നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുമ്പോ അല്ലെ, ദൈവത്തിന് ഒരിക്കൽ പോലും വിട്ടുപോകാതിരിക്കുമ്പോ ചില കാര്യങ്ങളെ അല്ലെ, വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, വേണ്ടാത്ത സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം അതിനെ നശിപ്പിച്ച് കളയും അല്ലെ. ശക്തിപ്പെടുത്തേണ്ടത് ശക്തിപ്പെടുത്തുകയും ദൈവം അല്ലെ. പദ പഞ്ഞികൾ സഹിഷ്ണുതയുണ്ട്. ആ സഹിഷ്ണുത നമ്മളിങ്ങനെ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് ആ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ, സ്വഭാവ രൂപീകരണം നമുക്ക് പ്രത്യാശയിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, കഷ്ടത കൂടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഒരു മഹാമാരി അല്ലെ, ഭയങ്കര എന്താ പറയുക, ഒരു ഫ്ലഡ് നമ്മുടെ നേരെ വരുന്ന പോലെ അല്ലെ, വലിയൊരു പെരുവെള്ളപ്പാച്ചിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ മുക്കാൻ തുടങ്ങുന്നത് പോലെ, പിന്നെ എന്താ നമ്മൾ തീക്കകത്തൂടെ കടന്നു പോവാണ് തോന്നുന്ന പോലത്തെയുള്ള അവസ്ഥയിൽ കൂടെ ആണ് പല ആൾക്കാരും കടന്നു പോയിട്ടുള്ളത് അല്ലെ. അങ്ങനെ കടന്നു പോയിട്ടുള്ള വ്യക്തികൾക്കറിയാം അല്ലെ. പേഴ്സണലി ഞാൻ സംസാരിക്കാം, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് മുട്ടുകാലെ നിന്നുകൊണ്ട് കരയുമ്പോൾ അല്ലെ, നമ്മുടെ ജീവിതത്തിൽ പലതും ദൈവം കളയേണ്ടതിനെ കളയോ തന്നെ. അപ്പൊ ഇങ്ങനെയാണ് അല്ലെ, നമുക്ക് പറയാൻ പറ്റും, സ്വർണം ഉരുക്കി എന്താ പറയാ, ഉരുക്കി സ്വർണമാക്കി സ്വർണത്തിന്റെ അതിന്റെ മാലയായിട്ട് വളയൊക്കെ ആക്കി തീർക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞ ആൾക്കാർ. തട്ടാൻ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൂ അല്ലെ. തട്ടാന്റെ കയ്യിൽ കുറച്ച് സ്വർണം കൊടുത്തിട്ട് അതിനൊന്ന് എന്താ പറയുക, ഒരു കമ്മൽ കൊടുത്തിട്ട് അത് വേറൊരു രീതിയിലേക്ക് ആക്കി മാറ്റി തരാൻ പറയും, അല്ലെങ്കിൽ ഒരു മാല കൊടുത്തിട്ട് വേറൊരു രീതിയിലേക്കല്ല അതിലിങ്ങനെ കൊളുത്ത് ഘടിപ്പിച്ച് തരാൻ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അദ്ദേഹം അതിനെ ആദ്യം എടുത്ത് ആ തീയിലേക്ക് ഇടുകയോ ചെയ്യുന്നത് അല്ലെ, അതിനെ പ്യൂരിഫൈ ചെയ്യിക്കുന്നതിന് വേണ്ടി അല്ലെ. അതുപോലെയാണ് കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ ഒരു അവസ്ഥ അല്ലെ. അത് അതിൽ സ്വർണം നശിച്ചു പോകുന്നില്ല അല്ലെ, ഉള്ള മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതിലുള്ള അഴുക്കും ചെളിയും മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ. സ്വർണം എന്താ പറയുക, നഷ്ടപ്പെട്ടു പോകുന്നില്ല. തട്ടാനത് പല പ്രാവശ്യമായിട്ട് പ്യൂരിഫൈ ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ട് അവസാനം തിളങ്ങുന്ന സ്വർണമാക്കി അല്ലെ, ആഭരണമായിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഈ ദൈവം പലരെയും എന്താ പറയുക, കഷ്ടതയിൽ കൂടെ കടത്തി വിടുമ്പോ അല്ലെ, ഒന്നാമത്തെ കാര്യം പറയട്ടെ, കഷ്ടതയുടെ രീതി ദൈവം ഉപയോഗിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഉപയോഗിക്കണമെന്നില്ല അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യരുടെ സ്വഭാവം, മനുഷ്യരുടെ ഹൃദയം എന്നുള്ളത് പല രീതിയിലുള്ളതാണ് അല്ലെ. പല സ്വഭാവങ്ങൾ, ചില ആൾക്കാരെ മോൾഡ് ചെയ്തെടുക്കാന്, ബെൻഡ് ചെയ്ത് മോൾഡ് ചെയ്തെടുക്കാൻ, അവർ രൂപപ്പെടുത്തിയെടുക്കാന് ദൈവത്തിന് വളരെ ഈസിയാണ്. കാരണം അവര് ഈസി ആയിട്ട് വളഞ്ഞു കൊടുക്കും. ദൈവത്തിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ദൈവത്തിന്റെ കൈകളിൽ വളരെ ഈസി ആയിട്ട് അവര് എന്താ പറയാ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ വളരെ ഈസി ആയിട്ട് ചില ആൾക്കാരെ ദൈവത്തിന് മെനഞ്ഞെടുക്കാൻ സാധിക്കും. പക്ഷെ ചിലരെ സംബന്ധിച്ചത് അങ്ങനെയല്ല അല്ലെ. ഇച്ചിരി കട്ടിയാണ്, ഹൃദയം ഇച്ചിരി കട്ടിയാണ്. അപ്പൊ ദൈവത്തിന് ഇവരെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ സ്വഭാവത്തിലേക്ക്, യേശുവിനെ പോലെ ആക്കി തീർക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം ഓരോ വ്യക്തികളെ പറ്റിയുള്ളതും. തീരുമാനവും അത് തന്നെ ആയതുകൊണ്ട്, ഹിതവും അത് തന്നെ ആയതുകൊണ്ട് ഇച്ചിരി പ്രഷർ കൊടുത്തേ സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ദൈവം കഷ്ടപ്പാടിന്റെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുവാണ്, ഇസ്രായേലിന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. ഇസ്രായേലിന്റെ പാപത്തിൽ നിന്ന് ഇസ്രായേലിനെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുന്ന കാര്യം, പല കഷ്ടപ്പാടിൽ കൂടെ അവർ കടന്നുപോയിരുന്നു. എന്തിനാ ദൈവം ഒന്നേ ഉദ്ദേശിക്കും, തിരിച്ച് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അല്ലെ. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുക, എന്താ പറയുക, പ്രത്യാശയ്ക്കോ പങ്കും വരുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നില്ല. അപ്പൊ നമ്മൾക്കൊരു പ്രത്യാശ ദൈവം തരികയാണ് അല്ലെ. നമ്മള് കഷ്ടതയിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ സഹിഷ്ണുത നമ്മുടെ ഉള്ളിൽ അല്ലെ സൃഷ്ടിക്കുന്ന സഹിഷ്ണുത നമ്മുടെ സ്വഭാവത്തിലേക്ക് അല്ലെ, ദൈവികമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അല്ലെ. ഇങ്ങനെ എന്താ പറയാ, ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ തരുന്നു. ആ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്ത് പ്രത്യാശ
പ്രത്യാശയെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇവിടെ. പ്രത്യാശയെ പറ്റി ദൈവം ഇപ്പം താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ദൈവം ഇവിടെ പറയുന്ന പ്രത്യാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാൽവേഷൻ, അല്ലെ, രക്ഷ എന്നുള്ള പ്രത്യാശയെ പറ്റി ദൈവം നമുക്ക് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. അപ്പൊ നമ്മുടെ രക്ഷയ്ക്കുള്ള ഒരു ഗ്യാരണ്ടി ആയിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനെ നമുക്ക് തന്നിരിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹം കൊണ്ട്, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ സാൽവേഷൻ എന്ന് പറയുമ്പോൾ രക്ഷ, അല്ലെ, ഒരാളെ തന്റെ പാപങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ചുകൊണ്ട്, അല്ലെ, റിഡംഷൻ എന്നുള്ള പറഞ്ഞിരിക്കുന്നത്, അല്ലെ. അപ്പൊ റിഡംഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള രക്ഷ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അൾട്ടിമേറ്റ് ഗോൾ, അല്ലെ, ഒരു വ്യക്തിനെ രക്ഷിച്ചതിന് എന്താ പറയാ, ദൈവത്തിലേക്ക് കൊണ്ടുവന്ന അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാല് യേശുവിനെ പോലെ ആക്കി തീർക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ റോമർക്ക് ഇത് ലേഖനത്തിൽ തന്നെ നമ്മൾ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 29ാമത്തെ വാക്കിലെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു ആദ്യജാതനാകുന്നുണ്ട്. പല ബ്രദേഴ്സിനെയും വെച്ച് ഏറ്റവും ആദിജാതന ആകുന്നതിന് വേണ്ടി, അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിനെ പോലെയാക്കി തന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും അല്ലെ യേശുവിനെ പോലെ തന്നെ ആയിത്തീരുന്നതിന് വേണ്ടി, അല്ലെ, ദൈവം അതാണ് ദൈവത്തിന്റെ ഹിതം. അതിനുവേണ്ടി ദൈവം പലതും ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് ശരിക്കുമുള്ള സാൽവേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെ. സാൽവേഷൻ ഒരു പ്രോസസ്സാണ്, ഒരു ദിവസം നടക്കുന്ന ഒരു കാര്യമല്ല. അത് പല ദിവസങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അൾട്ടിമേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞാല് അവസാനം നമ്മളായിത്തീരുന്നത് എന്തെന്ന് വെച്ചാൽ വെറുതെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തുകൊണ്ട് നമ്മള് ഹെവനിൽ സ്വർഗത്തിലായിപ്പെടുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ഉദ്ദേശം, അല്ലെ. നമ്മളുടെ ദൈവത്തിന്റെ ഉദ്ദേശം ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ നമ്മളാക്കി തീർക്കുക എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഈ 5 വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ദൈവത്തിന്റെ മനുഷ്യനെ പറ്റിയുള്ള പ്ലാനിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. അപ്പോ നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, നമ്മളെ തന്റെ രൂപത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടി, നമ്മളെ ആദ്യം സൃഷ്ടിച്ച സമയത്ത് യേശുവിന്റെ സ്വരൂപത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചത്, അല്ലെ. ഇമേജിനും ലൈറ്റ്നസിലും സൃഷ്ടിച്ചത്. അപ്പൊ അവിടെ നിന്നൊക്കെ നമ്മൾ പോയിട്ട് നമ്മള് വേറെ എന്തൊക്കെയോ രൂപത്തിലേക്കൊക്കെ നമ്മൾ ആയിപ്പോയി, അല്ലെ. നമ്മൾ വീണു പോയ വ്യക്തികളായിരുന്നു, അല്ലെ. പക്ഷെ നമ്മളെ തിരിച്ച് ആ ഗ്ലോറിയിലേക്ക്, നമുക്കുണ്ടായിരുന്ന ആ ദൈവത്തിന്റെ ആ സ്വരൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു സഹിച്ചത്, അല്ലെ. അപ്പൊ ഇങ്ങനെ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ 2ാമത്തെ ചാപ്റ്ററിന്റെ 10ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, ഒരുപാട് മക്കളെ ഗ്ലോറിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെ, ഒരുപാട് സൺസിനെ ഗ്ലോറിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ എന്താ പറയുക സാൽവേഷന്റെ ഓതറും ഫിനിഷർ ആയിരിക്കുന്ന ആൾ യേശു ക്രിസ്തുവിനെ സഹനം വഴി പെർഫെക്റ്റ് ആക്കുന്നതിന് വേണ്ടി പിതാവ് താല്പര്യപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശു ക്രിസ്തുവിനെ ക്രോസ് ഓഫ് കാൽവറിയിൽ സഹനം കൊണ്ട്, അല്ലെ, എത്രമാത്രം യേശു ക്രിസ്തു സഹിച്ചു, ആ സഹനത്തിൽ കൂടെ, ആ തീച്ചൂളെ കൂടെ യേശു ക്രിസ്തു കടന്നു പോയപ്പോ നമ്മൾക്ക് ജീവൻ ഉണ്ടാവുക ചെയ്തു. നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്, അല്ലെ. അപ്പോ ദൈവം പറഞ്ഞിരിക്കുക, നമ്മള് ഇപ്പൊ 5ാമത്തെ ചാപ്റ്റർ റോമറിലെ 5ന്റെ പറഞ്ഞിരിക്കുക, നമ്മളെ ദൈവം സഹനത്തിൽ കൂടെ കടത്തിവിടും, അല്ലെ, കഷ്ടപ്പാടിൽ കൂടെ കടത്തിവിടും. അപ്പൊ അതിന്റെ ലോങ് സഫറിങ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് എന്താ പറയുക സഹിഷ്ണുത ഉണ്ടാകുന്നത്. സഹിഷ്ണുത സ്വഭാവം നമുക്ക് പ്രത്യാശയിലേക്ക്, സാൽവേഷൻ എന്ന പ്രത്യാശയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ഫോം ചെയ്യുന്നതിന് വേണ്ടി, അവന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യുന്നതിന് വേണ്ടി, അവനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി, അല്ലെ. യേശുക്രിസ്തുവിന്റെ സഹനത്തിൽ കൂടെ ദൈവം കടത്തിവിട്ടിട്ട് അനേകം പുത്രന്മാരെ ദൈവത്തിലേക്ക് തേജസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യേശുവിന്റെ കഷ്ടപ്പാട് ദൈവം ഉപയോഗിച്ചെങ്കിൽ, നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടിയും നമ്മൾ വഴി പലരെയും എന്താ പറയുക ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, യേശുവിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും നമ്മുടെ കഷ്ടപ്പാടിനെ ദൈവം ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 5 വാക്കുകൾ നമ്മളെടുത്ത് വായിക്കുവാണെങ്കിൽ ദൈവ പ്ലാനാണ്, പദ്ധതിയാണ്, ഒരു വ്യക്തിയെ പറ്റിയുള്ള പദ്ധതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം. പിന്നെ കർത്താവ് യേശുക്രിസ്തു വഴി നമ്മൾക്ക് ദൈവവുമായിട്ട് ദൈവവുമായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാകണം. ആ സമാധാനം ഉള്ള വ്യക്തി ഇന്ന് സമാധാനമുള്ള വ്യക്തികൾ ദൈവത്തിന്റെ കൃപയിലേക്ക് അവര് ദൈവത്തിന് എന്താ പറയാ ഫ്രീ എൻട്രൻസ് കൊടുക്കുന്നു, അല്ലെ. അവിടെ കൊണ്ട് കാര്യം തീർന്നില്ല. സഹനത്തിൽ കൂടെ, കഷ്ടപ്പാടിൽ കൂടെ കടത്തിവിട്ടിട്ട് ദൈവം അവരെ യേശുക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്നു, അല്ലെ. അതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്താ പറയുക യേശുക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. എല്ലാ വ്യക്തികളും സഹനത്തിൽ കൂടെ എന്താ പറയുക കഷ്ടപ്പാടിൽ കൂടെ പോകണം എന്ന് നിർബന്ധമില്ല, അങ്ങനെ ഒരിക്കലുമില്ല, അല്ലെ. ചിലര് കടന്നു പോകുന്നു, ചിലര് കടന്നു പോകത്തില്ല. അത് ദൈവത്തിനറിയാം ഓരോ വ്യക്തിയുടെ ജീവിതത്തെ
പറ്റി ദൈവത്തിന് അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ പ്ലാൻ നമ്മളെ പറ്റി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക, യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണം അല്ലെ. അപ്പോ നമുക്കറിയാം പത്രോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ പത്രോസില് 6-ാമത്തെ 7-ാമത്തെ വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പത്രോസിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 6-7 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷണങ്ങളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുക അല്ലെ. ഇപ്പൊ പത്രോസ് ഇങ്ങനെ പറയാ, നാനാതരത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലെ, കഷ്ടപ്പാടിനാൽ അല്ലെ, സഹനത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ദുഃഖിതരായിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആനന്ദിക്കെന്ന് പറഞ്ഞിരിക്കുന്നത്. 7-ാമത്തെ വാക്ക് പറയാ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിഞ്ഞതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതും എന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് നമ്മളുടെ ജെന്യുവൻസ് ഓഫ് നമ്മളുടെ ആ വിശ്വാസത്തിന്റെ ആ ജെന്യുവൻസ് അല്ലെ, അതിന്റെ ഒരു പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക, വളരെയധികം വില ഉള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം വിലയുള്ളതാണ് അല്ലെ. സ്വർണത്തെക്കാളും തീയിലിട്ട് എന്താ പറയുക ഉരുക്കിയെടുത്ത സ്വർണത്തെക്കാളും വളരെയധികം വിലയേറിയതാണ് നമ്മളുടെ ആ ജെന്യുവൻസ് ഓഫ് ദ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ, ഫെയ്ത്തിന്റെ ആ ജെന്യുവൻസ്, അത് പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ആ ശോധനയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോയിട്ട് നമ്മൾക്ക് നമ്മളുടെ ആ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉറയ്ക്കുമ്പോൾ അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിലയേറിയതെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് യേശുക്രിസ്തുവിന്റെ വരവിൽ അത് പൂഴ്ചയ്ക്കായിട്ട്, പ്രേസിനായിട്ട്, തേജസ്സിന്, ഗ്ലോറിക്കായിട്ട്, മാനത്തിന്, ഓണറിനായിട്ട് അത് കണക്കാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് ഓരോ കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോകുമ്പോൾ അല്ലെ, ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല, വളരെ കഷ്ടപ്പാടാണ്, വളരെ വേദനാജനകമാണ് അല്ലെ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വർണം ഉരുക്കി എടുക്കുന്ന പോലെ, അത് പ്യുവർ സ്വർണമാക്കി എടുക്കുന്ന പോലെയാണെന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് വിചാരിക്കുക, സ്വർണം ഈ കാത്തൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല അല്ലെ, വളരെയധികം വേദനാജനകമാണ്. ആ വേദന ഉണ്ടാകുന്ന സമയത്തും അല്ലെ, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുറുകെ പിടിക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെ, അവനെ ആ നമ്മളുടെ കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ തീ കൂടെ വെള്ളത്തിൽ കൂടെ കടന്നു പോയാലും നമ്മൾ മുക്കിക്കളയത്തില്ല എന്നൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെ, നമ്മളുടെ ഉള്ളൊരു സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം രൂപപ്പെടുകയും ആവശ്യമില്ലാത്ത സകലതിനെയും ദൈവം കളയുകയും നമ്മുടെ നമ്മുടെ ആത്മാവിനെ ദൈവം ശക്തിപ്പെടുത്തുകയും ചെയ്യും. യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യും. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യും. അവസാനം നമ്മൾ അവനെ പോലെ ആയിത്തീരും അല്ലെ. അപ്പോൾ ഇത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമില്ല, പക്ഷെ ദൈവം നമ്മുടെ ഒപ്പമുണ്ട് അല്ലെ. അതാണ് നമ്മളുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു നമ്മുടെ ഒപ്പമുണ്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് ശക്തി വരുന്നത് അവനിൽ നിന്നാണ് അല്ലെ. നമ്മള് തന്നെ ഒന്ന് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തയ്യാറാവുകയാണ്, ശക്തി വരുന്നത് ദൈവത്തിൽ നിന്നാണ് അല്ലെ. അപ്പൊ അതാണ് എനിക്കിത് പറയാൻ ഉള്ളത്. സഹനം എന്നുള്ളത്, കഷ്ടപ്പാട് എന്നുള്ളത്, അത് ആ സമയത്ത് ദൈവവുമായിട്ട് വളരെയധികം അടുക്കുക അല്ലെ. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, പ്രാർത്ഥന കുറയ്ക്കാതിരിക്കുക അല്ലെ. നമുക്കറിയാം, പല പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ തോന്നുന്നതും, നമ്മുടെ ജഡം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും, പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രാർത്ഥന കുറയ്ക്കുക, ബൈബിൾ വായന കുറയ്ക്കുക അല്ലെ. പക്ഷെ അങ്ങനെ ആകാതിരിക്കുക. നമുക്കിപ്പോ അറിയാം, നമ്മൾ കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് അത് പറയുമ്പോഴാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നത് അല്ലെ. അത് എല്ലാം മറ്റുള്ളവർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും. പക്ഷെ അത് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പോകുന്നതിന് പകരമായിട്ട് നമ്മള് ദൈവത്തോട് പറയുവാണെങ്കിൽ നമ്മൾക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യും. നമുക്ക് എന്താ പറയുക, ദൈവം ആരോടും നമ്മുടെ പ്രശ്നം പറഞ്ഞു നടക്കാൻ പോകുന്നില്ല. പക്ഷെ വേറെ ആരോടെങ്കിലൊക്കെ ചെന്ന് പറയുവാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ചിലപ്പോൾ അതൊക്കെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു നടന്നൊന്നും ഇരിക്കും, ചിലപ്പോൾ അതില് ആനന്ദിക്കുകയും ചെയ്തെന്നിരിക്കും അല്ലെ. പക്ഷെ ദൈവത്തോട് പറയുമ്പോൾ ഒരു പ്രശ്നവുമില്ല, ദൈവം നമ്മളുടെ ദൈവം കേൾക്കും അല്ലെ, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുക തന്നെ ചെയ്യും. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്താണ് നന്ദി പറയുന്നു. കർത്താവേ യേശുവെ, നന്ദി പിതാവ്, വർഷിപ്പ് യുവർ ഹോളി നെയിം ആയിട്ട് ഫാദർ ഗോഡ്. കർത്താവെ, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയുന്നു കർത്താവോട് ഫാദർ. ഞങ്ങളുടെ സകലത്തിലും ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതിന് നന്ദി പറഞ്ഞു. താങ്ക് യു ജീസസ്, മിസ്റ്റർ പ്രൈസ് യുവർ ഹോളി നെയിം മാസ്റ്റർ ഗോഡ്. അങ്ങേനെ പോലെ ആക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും സകലത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ കർത്താവെ, അവരൊന്ന് ടച്ച് ചെയ്യുന്ന കർത്താവ്, അവരെ പ്രശ്നത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങ് അവർ ഉള്ളിൽ ഫോം ചെയ്യട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇനി കേട്ട നന്ദി ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാകട്ടെ.